പോലീസിനെ വിളിക്കോത്ര. എന്താ ഐറ്റത്തിന്റെ പേര്? സീമ. സീമ. രൂപം കണ്ടിട്ട് ആമാന്ന് നടന്നത്. തനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. നിനക്ക് ഞാൻ ആരാന്നറിയോ? ഉയർന്ന ജോലിയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ഉയർന്ന ചെറുപ്പക്കാരാണ് ഞാൻ. മനസ്സിലായ? ആണുങ്ങളോട് കളിച്ചിറങ്ങിട്ടല്ല. അതാ പന്നണ്ടല്ല. അതായിരിക്കും ഗതി. വാടാ. എന്തെങ്കിലും കിട്ടും അവന്. ശരിയാക്കും. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ അവന്റെ തൊലി പൊളിച്ചേനെ. എന്നിട്ടാണോ ചുമ്മാ കിണിച്ചോണ്ടിരുന്നേ? ഇപ്പൊ എനിക്കായി കുറ്റം. എന്താ? എന്തു പറ്റി? ഒന്നുമില്ലേ ചേച്ചി. കൊറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്. എലി കറണ്ട് വെച്ച പോലത്തെ താടി മീശയായിട്ട്. എന്നിട്ട് നായ്ക്കൾ ഇറച്ചിക്കടയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ പെമ്പിള്ളാരുടെ പുറകെ വെള്ളം ഒലിപ്പിച്ചോണ്ട് നിൽക്കും. അപ്പോഴേ നല്ല ഇരുമ്പ് വടി എടുത്ത് അടിച്ചോടിക്കണം. നമ്മൾ ബോൾഡ് ആയാലേ അവന്മാര് വിറയ്ക്കുള്ളൂ. വിറയ്ക്കല്ല, നമ്മളെ വളയ്ക്കും. പിന്നെ ഇങ്ങനെയുള്ളവന്മാരെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ശരിക്കും വിരട്ടണം. ഇവന്മാര് കൂട്ടുകാരുണ്ടെങ്കിലേ ധൈര്യം കാണിക്കൂ, ഇല്ലെങ്കിൽ പേടിത്തൊണ്ടന്മാരാ. ഇവന്മാർക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? വീട്ടില് നല്ല രീതിയിൽ വളർത്താനേ ഇവന്മാരുടെ അമ്മമാർക്ക് നേരം കാണില്ല. ഇതൊക്കെ വളർത്തുന്നതിന്റെയാ. എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു മോൻ. പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം. ഇനി എന്റെ കൈ കിട്ടട്ടെ. മിസ്റ്റർ ജോസി, ബൈ ദ വേ, അന്ന് നിങ്ങൾ കാണിച്ച മൈം എന്തായിരുന്നു? ദാറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. എനിവേ, ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ ജോസി. താങ്ക് യു സർ. പിന്നെ നേരെ പോയി മൈക്കിൾ സംസാരിക്കരുത്. സൗണ്ട് എഞ്ചിനീയറെ കണ്ട് ബ്ലെസ്സിങ്സ് മേടിക്കണം. അതാണ് അതിന്റെ ഒരു രീതി. റൈറ്റ്. ദിയ വിൽ ഗൈഡ് യു ടു ദ ഫ്ലോർ. താങ്ക് യു സർ. സാർ, സാർ, ഇതെന്താ ഇവിടെ? യെസ്, എന്താ? ഹേയ്, ഒന്നുമില്ല. ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്നാ. എന്ത് സാധനം? അനുഗ്രഹം. എന്ത്? ഈ സൗണ്ട് എഞ്ചിനീയർ എവിടെ? സൗണ്ട് എഞ്ചിനീയർ? ഞാനാ സൗണ്ട് എഞ്ചിനീയർ. ഗുഡ് മോർണിംഗ് മാഡം. മാഡം എന്നൊന്ന് ആഗ്രഹിക്കണം, അതിന്റെ ഒരു അനുഗ്രഹമാണ്. എന്ത്? അല്ല, മാഡം ഒന്ന് അനുഗ്രഹിക്കണം, അതിന്റെ ഒരു ആഗ്രഹമാണ്. ഓ, ഞാൻ അനുഗ്രഹിച്ചാ ശരിയാവോ? ഞാൻ എന്തിനു അനുഗ്രഹിക്കണം? ഞാനിവിടുത്തെ TKTC പ്രോഗ്രാമിന്റെ പുതിയ ജോക്കില്ലേ, ജോസി, അതാണ്. ഇയാളോ? തന്നെ പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്. തനിക്ക് പറ്റിയ പണിയേ റോഡ് സൈഡിലിരുന്ന് പച്ചമരുന്ന് വിൽക്കില്ല. റോഡ് ജോക്കി. അയ്യോ, അങ്ങനെ പറയില്ല മാഡം. ഈ റേഡിയോയുടെ അഭിമാനമാകും ഞാൻ. എന്നാ കേക്കട്ടെ തന്റെ പ്രകടനം. ബൂത്തിലേക്ക് കയറ്. ആയിക്കോട്ടെ. അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സേ സംതിങ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ? അല്ല, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ മൈക്കിനടുത്തേക്ക് വന്നിരിക്കേ. ഇനി എന്തെങ്കിലും പറ. ഹലോ ചെക്ക്. ഹലോ, ഇന്നു മുതൽ ഞാൻ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതല്ല, സത്യമായിട്ടും. വൃത്തിയായിട്ട ശബ്ദം. അയ്യോ, അതെന്റെയാ. ഒന്ന് കേട്ട് നോക്ക്. അയ്യോ, ഇതെന്റെ ശബ്ദമല്ല. ഇതെന്താ ഇങ്ങനെ? ഏയ്, ശരിയാവില്ല, ശരിയാവില്ല. വേറെ ആരെങ്കിലും വെച്ച് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അയ്യോ അയ്യോ അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ഞാൻ ഒരു പാവമാണ്. അന്നെന്തോ ഒരു തരിപ്പിന്റെ പുറത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പകരം വീട്ടരുത്. എന്നോടൊന്നും ക്ഷമിക്കില്ലേ. ഞാൻ എത്ര കാല് വേണമെങ്കിലും പിടിക്കാം. ഓക്കെ, ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ, ഇത് ശരിക്കും സോറി കേട്ടോ. പണി പോയാന്. ഓക്കെ, സ്റ്റാർട്ട്. ഐ ആം ജോസി, ഈസി ജോസി. TKTC പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30. നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം മാത്രം പറയരുത്. വേറെ എന്ത് പരിപാടി.
ഒരിക്കൽ കൂടി ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 5555. വിളിക്കൂ വിളിക്കൂ, വിളിക്കാതിരിക്കല്ലേ. ഏ ഇന്നെന്താ ഇത്ര ഹാപ്പിന്ന്? ഈ FM റേഡിയോയെ അടിപൊളിയാണോ? നല്ല രസമുണ്ട് കേൾക്കാൻ. എന്റെ മോന്റെ പ്രോഗ്രാമാ. മോൻ റേഡിയോ ജോക്കിയാ. എന്നിട്ട് അമ്മയ്ക്ക് ചിരി. ഞാനാകെ വല്ലാണ്ടായി പോയിന്ന്. എന്ത് പറയണം എന്ന് അറിയാൻ പാടില്ലാതെ ഞാനാകെ കുഴഞ്ഞു പോയിന്ന്. എടാ മണ്ട, ഇതാ പറഞ്ഞത് നിനക്ക് ബോധമില്ലാന്ന്. പെൺകുട്ടികൾ ഒരിക്കലും ആൺകുട്ടികളെ പെട്ടെന്ന് അംഗീകരിച്ചെന്ന് വരില്ല. അതിന് അവർക്ക് എങ്ങനെയുള്ള സംസാരമാണ് ഇഷ്ടം, ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ അറിയണം. പെൺകുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞിരിക്കണം. അമ്മ അത് മാത്രം പറയരുത്. ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായില്ലെന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളുടെ സൈക്കോളജിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. പിന്നെ നിനക്ക് കുമ്പളങ്ങി അറിയാം. എനിക്കറിയാമേ. അതൊക്കെ നിന്റെ അപ്പച്ചൻ. ആ എന്തായിരുന്നു ആ പ്രപ്പോസൽ? അതാടാ ആണ്. അതിനൊക്കെ ധൈര്യം വേണം. പത്മ ചേച്ചിയെ ടെൽ മീ, യുവതലമുറ അതൊന്നും അറിയട്ടെ. ഒരുപാട് തവണ കേട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ രസമാണ്. പ്ലീസ് അമ്മ ആ ഫ്ലാഷ് ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാമ. ഒന്ന് പറയടി ചക്കരേ. പാലക്കാട് ഡാൻസ് സ്കൂളിന്റെ ഒരു പ്രോഗ്രാമിന് കൊച്ചിയിൽ വന്നതായിരുന്നു ഞങ്ങള്. പരിചയത്തിൽ ഒരാൾ മറൈൻ എഞ്ചിനീയർ ആയതുകൊണ്ട് കപ്പല് കാണാൻ പോയി. അവിടെ വെച്ചാണ് ആദ്യമായി നിന്റെ അപ്പച്ചനെ കാണുന്നത്. ആളൊരിത്തിരി പഞ്ചാരയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. എന്തായിരുന്നു പെർഫോമൻസ്? മെയ് വഴക്കം എന്ന് പറഞ്ഞാ ഇതാ മെയ് വഴക്കം. ഡോൾഫിന്റെ പോലായിരുന്നില്ല ടീച്ചറുടെ പൊളപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. അതിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ പോകാണ്. ഡ്രസ് വാങ്ങിക്കാം, ഞാൻ നോക്കൂല. ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ ക്ഷണിക്കുമ്പോ ഈ അവസ്ഥയിൽ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, കള്ളും കുടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാനൊരു നോട്ടം വെച്ചു കൊടുത്തു. ഈ നോട്ടമല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പാലക്കാട് ഡാൻസ് സ്കൂളിൽ വന്ന് ഇറങ്ങിയപ്പോ ഇറങ്ങിയപ്പോ മാഡം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വണ്ടിയുടെ പുറകെ അവിടെ നിന്ന് പിടിപ്പിക്കായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ, ചൂടാവല്ലേ ഭവതി.